നഗരസഭാ മാലിന്യം ശേഖരിച്ചില്ല, എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഉയരും. പ്രതിഷേധമല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. എറണാകുളം തൃക്കാക്കരയിൽ നഗരസഭാ അധികൃതർ മാലിന്യം ശേഖരിക്കാത്തതിൽ പ്രതിഷേധവുമായി വീട്ടുടമ. നഗരസഭയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെ മാലിന്യം കൊണ്ടുചെന്നു തള്ളി. NGO ക്വാർട്ടേഴ്സ് വാർഡിലെ മാലിന്യം ശേഖരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ നടപടി. ദൃശ്യങ്ങൾ. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ്, മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ചെയ്തതായിരിക്കാം. ഈ മാലിന്യ പ്രതിസന്ധി വലിയൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഈ നഗര ഹൃദയഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഈ നഗരസഭാ അധികൃതർ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ചയാണ് ഉണ്ടായത്? തൃക്കാക്കര നഗരസഭയിലാണ് മാലിന്യം ശേഖരിക്കാത്തതിന്റെ പേരിൽ വീട്ടുടമസ്ഥൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തൃക്കാക്കര നഗരസഭയുടെ പ്രധാന കവാടത്തിന് മുൻപിലാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ തൃക്കാക്കര സ്വദേശിയായ സുഗിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ നഗരസഭയിൽ പരാതികളുമായി കയറി ഇറങ്ങിയിരുന്നു. NGO ക്വാർട്ടേഴ്സ് വാർഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശാരീരിക അസ്വസ്ഥതകൾ, ചില പരിക്കുകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട് കുറച്ച് ഇറക്കത്തിലാണ്, ഒരു കുത്തനെ ഇറങ്ങിച്ചെന്ന ശേഷമാണ് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഹരിതകർമ്മസേന എത്തുന്നില്ല. അവർ തന്റെ ഭാഗത്ത് വന്ന്, തന്റെ വീട്ടിലേക്ക് വന്ന് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം നിരന്തരം ഈ തന്റെ ശാരീരിക അവശതകളോടൊപ്പം തന്നെ ഈ അത് വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുകളിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് മെയിൻ റോഡിന് സമീപം കൊണ്ടുവെക്കുകയായിരുന്നു. അവിടെ നിന്നായിരുന്നു ഹരിതകർമ്മസേന ഇത് സ്വീകരിച്ചിരുന്നത്, അവർ എടുത്തുകൊണ്ടുപോയിരുന്നത്. അപ്പോൾ പക്ഷേ കൗൺസിലർ അടക്കം ഇതിൽ നേരത്തെ പലതവണ ഇടപെട്ടിരുന്നു. കൗൺസിൽ യോഗത്തിലടക്കം ഇക്കാര്യം പറയുകയും ഹരിതകർമ്മസേനയോട് ഇത് കാര്യമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ കൗൺസിലർ ആവശ്യപ്പെട്ടിട്ടും ഹരിതകർമ്മസേന ഇതിന് തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. സുഗിൽ എന്ന NGO ക്വാർട്ടേഴ്സ് വാർഡിൽ താമസിക്കുന്ന യുവാവാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഇതിന് മുൻപിൽ കൊണ്ട് നിക്ഷേപിച്ചത്. ഈ പ്രധാന കവാടത്തിന്, തൃക്കാക്കര നഗരസഭയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത്. ഏതായാലും ഇതിൽ വലിയ പ്രതിഷേധം അദ്ദേഹത്തിനുണ്ട്. കാരണം തനിക്ക് ഇത്തരത്തിൽ ശാരീരിക അവശതകളൊക്കെ ഉണ്ടായിട്ടും തന്നെ കാര്യമായി പരിഗണിക്കുന്നില്ല, തനിക്കൊരു മാനുഷിക പരിഗണന പോലും നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നതിനോട് 100% യോജിക്കുകയാണ് അവിടുത്തെ കൗൺസിലറും ചെയ്യുന്നത്. അദ്ദേഹം പലതവണ ഈ കൗൺസിൽ യോഗത്തിലടക്കം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഹരിതകർമ്മസേന അതിന് തയ്യാറാകുന്നില്ലെന്നാണ് കൗൺസിലറും പറയുന്നത്. ശരി, ഇതിനപ്പോൾ മറ്റൊരു മാർഗവുമില്ലാതെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ നഗരസഭാ അധികൃതർ പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ മാലിന്യം നഗരസഭയുടെ മുന്നിൽ കൊണ്ടുചെന്ന് ഇട്ടുകൊണ്ടുള്ള ഒരു കടുത്ത പ്രതിഷേധം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രശ്നം കേൾക്കേണ്ടവർ കേൾക്കട്ടെ, പരിഹാരം ഉണ്ടാവട്ടെ.